good morning. Welcome to Max class. First standard Max class il nammal pudhiyoru chapter padikkan povunu. Ini padikkunnathu 5th chapter aanu. 5th chapter is ascending order. Endana ascending order aanu padikkunne. Endana ascending order ennu parnal ariyamo? Aarkengilum ariyamo? Ascending order ennu vechal, which means going from small to big. ചെറുതിൽ നിന്നും വലുതിലേക്ക് പോകുന്നതിനെയാണ് സ്മോൾ ടു ബിഗിലേക്ക് മൂവ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? ascending order എന്ന് പറയുന്നത്. The order ascending is small to big. Okay. And now look at this picture. First comes Meetu, she is the smallest. Next comes Moti, he is the bigger than Meetu. And the father comes the last, he is the biggest. അവിടുത്തെ പിക്ചർ നോക്കൂ. അതിൽ ഫസ്റ്റ് കാണുന്നത് ആരാണ്? മീറ്റു ആണ്. കാരണം എന്താണെന്ന് പറയുക, മീറ്റു ആണ് അതിലെ ഏറ്റവും ചെറിയ ആൾ, അതുകൊണ്ടാണ് അയാളെ ഫസ്റ്റ് നിർത്തിയിരിക്കുന്നത്. തൊട്ടപ്പുറത്ത് അയാളുടെ പുറകിൽ നിൽക്കുന്നത് മോത്തിയാണ്. കാരണം മീറ്റുവിനെക്കാട്ടിലും കുറച്ചുകൂടി വലിപ്പമുള്ളത് മോത്തിയാണ്. പിന്നെയോ അവസാനം നിൽക്കുന്നത് അവരുടെ അച്ഛനാണ്, റാണിയുടെയും രാഹുലിന്റെയും അച്ഛൻ. കാരണം എന്താ? അച്ഛനാണ് ഏറ്റവും ഹൈറ്റ് ഉള്ള ആൾ അതിൽ, അതുകൊണ്ടാണ് അച്ഛൻ ഏറ്റവും പുറകിൽ നിൽക്കുന്നത്. ഓക്കെ. And in the same way we arrange numbers. ഇതുപോലെ തന്നെ നമുക്ക് നമ്പേഴ്സിനെയും വലിപ്പക്രമത്തിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. അതിന്റെ വലിപ്പം അനുസരിച്ച് അറേഞ്ച് ചെയ്യാം, സ്മോൾ ആൻഡ് ബിഗ് അനുസരിച്ച് അറേഞ്ച് ചെയ്യാം. നോക്കാം. നമുക്ക് അവിടെ റാണി കുറച്ച് വീടുകൾ, ബ്ലോക്കുകൾ ബിൽഡ് ചെയ്തിട്ടുണ്ട്. അതൊന്നും നോക്കാം. റാണി ആദ്യം ഒരു ബ്ലോക്കുള്ള വീട് നിർമ്മിച്ചു. രണ്ടാമതായി അതിന് തൊട്ടടുത്ത് തന്നെ 2 ബ്ലോക്കുള്ളത് വീട് നിർമ്മിച്ചു. അടുത്തത് 3 എണ്ണം ഉള്ളത് നിർമ്മിച്ചു, 4 എണ്ണം ഉള്ളത് നിർമ്മിച്ചു, 5 എണ്ണം ഉള്ളത് നിർമ്മിച്ചു. ഇതിൽ എന്താണ് പ്രത്യേകത? 1 less than 2, 2 less than 3, 3 less than 4, 4 less than 5 എന്നുള്ള അറേഞ്ച്മെന്റിലാണ് അത് പോയിരിക്കുന്നത്. അതായത് ഈ പറഞ്ഞ ഒന്നിനേക്കാൾ വലുതാണ് ആര്? 2 അല്ലെ? 2നേക്കാൾ ചെറുതാണ് ഈ 1. അതിന് തൊട്ടപ്പുറത്തുള്ള തരാ 3 ബ്ലോക്കുകളാണ്. ആ 3 ബ്ലോക്കുകളെക്കാൾ ചെറുതാണ് ആര്? 2 ബ്ലോക്കുകൾ എന്ന് പറയുന്നത്. അതിനും അപ്പുറത്തുള്ളത് 4 ബ്ലോക്കാണ്. ആ 4 ബ്ലോക്കുകളെക്കാൾ ചെറുതാണെന്ത്? അതിന് തൊട്ട് മുമ്പിലുള്ള 3 ബ്ലോക്കുകൾ. അവസാനം ഇരിക്കുന്ന 5 ബ്ലോക്കുകളോ അത് തൊട്ട് മുമ്പിലുള്ള 4 ബ്ലോക്കുകളെക്കാൾ കുറച്ചുകൂടെ വലുതാണ്. 4 ബ്ലോക്കുകൾ ഇവരെക്കാൾ ചെറുതാണ്. ഈ 5 ബ്ലോക്കുകളെക്കാൾ ചെറുതല്ലേ 4 എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആ ഓർഡറിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് നോക്കൂ. 5 less than 6, 6 less than 7, 7 less than 8, 8 less than 9, 9 less than 10 എന്ന് പറഞ്ഞ ഒരു അറേഞ്ച്മെന്റ് തന്നിട്ടുണ്ട്. കാരണം അവിടെ ഒരു ബാർ ഉപയോഗിച്ച് 5 കഴിഞ്ഞാൽ 6, 6 കഴിഞ്ഞാൽ 7, 7 കഴിഞ്ഞാൽ 8 എന്നിങ്ങനെ ഉയരക്രമത്തിൽ ഒരു ബാർ വളർന്നു പോകുന്നു. അതിന് ഓരോന്ന് നമ്പർ ഉണ്ട്. ഏറ്റവും ഹൈറ്റ് ഉള്ളത് 10, അതിന് താഴെ 9, അതിന് താഴെ 8, അതിന് താഴെ 7, അതിന് താഴെ 6, അതിന് താഴെ 5 എന്ന ക്രമത്തിൽ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇതാണ് എന്റെ അസെൻഡിങ് ഓർഡറിന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന എളുപ്പമാർഗങ്ങൾ. ഓക്കെ, ഇത്തരത്തിൽ അറേഞ്ച് ചെയ്യുന്നതാണ് എന്ത്? അസെൻഡിങ് ഓർഡർ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ന്യൂമറൽസ്, അതായത് 1, 2, 3, 4 ഇങ്ങനെ പോകുന്ന ന്യൂമറൽസിലെ 5 വരെയുള്ള നമ്പേഴ്സ് എടുക്കുക. 1, 2, 3, 4, 5. ഇവ എങ്ങനെയാണ് അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുക? നമ്മൾ സാധാരണ കൗണ്ട് ചെയ്യുന്ന പോലെ തന്നെയാണ്. 1, 2, 3, 4, 5. ദിസ് ഈസ് അസെൻഡിങ് ഓർഡർ. കാരണം ഇത് ചെറുതിൽ നിന്ന് വലുതിലേക്കാണ് പോകുന്നത്. ന്യൂമറൽസ് 3 to 7 എടുത്താലോ, അത് നിങ്ങൾക്ക് അവിടെ ഫില്ല് ചെയ്യാനുണ്ട്. അവിടെ നിങ്ങൾക്ക് ചില ഗ്യാപ്പുകൾ തന്നിട്ടുണ്ട്. അവിടെ അത് കറക്റ്റായി ഫില്ല് ചെയ്യണം. 3 അത് കഴിഞ്ഞാൽ അടുത്ത നമ്പർ മിസ്സിംഗ് ആണ്. 3 കഴിഞ്ഞാൽ അടുത്ത നമ്പർ ആരാണ്? 4 ആണ്. അവിടെ 4 ഫില്ല് ചെയ്ത് കൊടുക്കൂ. ഫില്ല് ചെയ്താൽ അടുത്ത നമ്പർ അവിടെ തന്നിട്ടുണ്ട് 5 ആണ്. 5 കഴിഞ്ഞാൽ ആര് വരും? 6 വരും. അവിടെ ബ്ലാങ്ക് ആണ്. അവിടെ ഫില്ല് ചെയ്യുക, 6 എന്ന് ഫില്ല് ചെയ്യുക. 6 കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്പർ 7 അത് അവിടെ തന്നിട്ടുണ്ട്. ഇനി ന്യൂമറൽസ് 3 to 9, 3 മുതൽ 9 വരെയുള്ളത് എടുക്കാം. അവിടെ 3 തന്നിട്ടുണ്ട്, പക്ഷെ അടുത്ത നമ്പർ ഇല്ല. അതാരാണ്? 4 ആണ്, 4 ആണ്. 3 കഴിഞ്ഞാൽ 4 ആണ്. 4 കഴിഞ്ഞാൽ 5 ആണ്, 5 അവിടെ ഉണ്ട്. അടുത്തത് 5 കഴിഞ്ഞാൽ ആരാണ്? 6 ആണ്. 6 കഴിഞ്ഞാൽ ആരാണ്? 7 അവിടെ ഉണ്ട്. അടുത്തത് ആരാണ്? 8 ആണ്. 8 അവിടെ ഇല്ല, അപ്പൊ എഴുതി കൊടുക്കണം. 8 എഴുതിയോ? എഴുതി കഴിഞ്ഞാൽ അടുത്ത നമ്പറും അവിടെ ഇല്ല. അതാരാണ്? 8 കഴിഞ്ഞാൽ ആരാണ്? 9 ആണ്. 8 കഴിഞ്ഞാൽ 9 തന്നെയാണ്. 9 എഴുതി കൊടുക്കുക. ഇനി അടുത്തത് ന്യൂമറൽസ് 2 to 8, 2 മുതൽ 8 വരെ. 2 to 8, 2 to 8. ഓക്കെ, 2 മുതൽ 8 വരെ. 2 അവിടെ ഉണ്ട്, 2 അവിടെ ഉണ്ട്. 2 കഴിഞ്ഞാൽ അടുത്ത നമ്പർ ഏതാണ്? 2 കഴിഞ്ഞാൽ അടുത്ത നമ്പർ ഏതാ? 3. 2 കഴിഞ്ഞാൽ അടുത്ത നമ്പർ 3. 3 കഴിഞ്ഞാലോ 4. 4 കഴിഞ്ഞാൽ 5. 5 കഴിഞ്ഞാൽ 6. 6 അവിടെ ഉണ്ട്. ആൻഡ് 6 കഴിഞ്ഞാൽ 7. 7 കഴിഞ്ഞാൽ 8. അപ്പോൾ 8 വരെ ഫില്ല് ചെയ്യേണ്ടുള്ളൂ. അവിടുത്തെ സ്പേസും കഴിഞ്ഞു. 8 വരെ ഫില്ല് ചെയ്തു. ഇതാണ് എന്ത്? അസെൻഡിങ് ഓർഡർ കേട്ടോ. ഇനി നമുക്ക് 1 to 10 വരെ ഒന്ന് അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്താൽ എങ്ങനെ 1 to 10 വരെ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുക? അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ ചെറുതിൽ നിന്ന് വലുതിലേക്കാണ്. നമ്മൾ നമ്പേഴ്സ് കൗണ്ട് ചെയ്യുന്നതും ചെറുതിൽ നിന്ന് വലുതിലേക്കാണ്. അപ്പൊ ആ ഓർഡറിൽ അങ്ങോട്ട് എഴുതി പോവുക. അങ്ങനെ 1, 2, 3, 4, 5, 6, 7, 8, 9 and 10.
ഇത്രയും എഴുതിയാൽ അസെൻഡിങ് ഓർഡറിൽ 1 to 10 വരെയുള്ള ന്യൂമറൽസ് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി അറേഞ്ചിങ് ഇൻ അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ വീണ്ടും ഒരു എക്സാമ്പിൾ തന്നിരിക്കുകയാണ്. അവിടെ തന്നിരിക്കുന്ന എക്സാമ്പിൾ 1, 4, 3, 2, 5 ഈ 5 നമ്പേഴ്സ് ആണ്. അതിനെ അറേഞ്ച് ചെയ്യൂ. ആദ്യം അതിൽ ഏറ്റവും ചെറിയ നമ്പർ ഏതാന്ന് നോക്കൂ. ഫസ്റ്റ് 1 ആണ് അല്ലെ, 1 അവിടെ എടുത്ത് എഴുതുക. അടുത്തത് 4 ആണ്. 4 ഇപ്പൊ നമുക്ക് ആവശ്യമില്ല. കാരണം എന്താ, 4 എന്ന് പറയുന്നത് 1 കഴിഞ്ഞ് 2 കഴിഞ്ഞ് 3 കഴിഞ്ഞ് 4 കഴിഞ്ഞിട്ടാ 3 കഴിഞ്ഞിട്ടാ. അപ്പൊ നമ്മൾ അത് അവിടെ എഴുതണ്ട. 1 മാത്രം ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ബോക്സിൽ എഴുതി. അടുത്ത നമ്പർ ഏതാ, 4 കഴിഞ്ഞാൽ 3 ആണ് വരുന്നത്. 3 1 കഴിഞ്ഞ് 2 കഴിഞ്ഞിട്ടാണ് എഴുതണ്ടേ. അപ്പൊ അത് വേണ്ട. അത് കഴിഞ്ഞ അടുത്ത നമ്പർ നോക്കൂ, 2 അവിടെ 2 ഉണ്ട്. അപ്പൊ 1 ആണ് നമ്മളിപ്പോ ഒരു ബോക്സിൽ ഫില്ല് ചെയ്തത്. നെക്സ്റ്റ് ബോക്സിൽ ഈ 2 എടുത്ത് ഫില്ല് ചെയ്യാം. കാരണം 1 കഴിഞ്ഞാൽ 2 ആണല്ലോ വരുന്നത്. അടുത്ത നമ്പർ ആരാ, 5 ആണ്. അപ്പൊ നമുക്ക് 5 ഇപ്പൊ ആവശ്യമില്ല. വീണ്ടും നമ്മൾ ആദ്യത്തേക്ക് വന്നു. അവിടെ 1 ഉണ്ട്, 1 നമ്മൾ ഫില്ല് ചെയ്തു. 4 നമ്മൾ ഫില്ല് ചെയ്തോ ഇല്ല, പക്ഷെ 4 ആയോ ഇല്ല. 1 ഉം 2 മാത്രമേ നമ്മൾ ഫില്ല് ചെയ്തുള്ളൂ. ഇനി നമുക്ക് വേണ്ട 3 ആണ്. 4ന് അടുത്ത് കിടക്കുന്ന നമ്പർ ആരാണ്, 3 ആണ്. ആ 3നെ എടുത്ത് മൂന്നാമത്തെ ബോക്സിൽ ഇടൂ കേട്ടോ. ഇനി അടുത്തുള്ളത് 2 ആണ്. 2 നമുക്ക് ഓൾറെഡി ഫില്ല് ചെയ്ത് കഴിഞ്ഞു. 5 നമുക്ക് ഇപ്പൊ ആവശ്യമില്ല. കാരണം എന്താ, 3 കഴിഞ്ഞാൽ അടുത്ത് 4 ആണ്. 4 അവിടെ 1 കഴിഞ്ഞ് കിടക്കുന്നുണ്ട്. ആ 4നെ എടുത്ത് നാലാമത്തെ ബോക്സിൽ ഇടൂ കേട്ടോ. അത് കഴിഞ്ഞാൽ ലാസ്റ്റ് നമ്പർ 5 കൂടെ ഇട്ടാൽ 1 to 5 വരെയുള്ള ഓർഡറിലേക്ക് അത് അറേഞ്ച് ആയി കഴിഞ്ഞു. ഇനി 3, 8, 9, 4, 6, 5, 7 എന്നിങ്ങനെയുള്ള നമ്പറാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം 3നെക്കാളും ചെറിയ നമ്പർ ഇവിടെ ഉണ്ടോ, ഇല്ല. 3 ആണ് അതിൽ ഏറ്റവും ചെറുത്. അപ്പൊ 3 തന്നെ ഫസ്റ്റ് എഴുതി. 3 കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്പർ അതിലുള്ളത് ഏതാ, 8 ആണ്. 8 എന്ന് പറഞ്ഞാൽ 3 കഴിഞ്ഞ് കുറേ പോകണം. അപ്പൊ അത് വേണ്ട. അടുത്തത് 9 ആണ്. 3 കഴിഞ്ഞ് കുറേ പോകണം, അതുകൊണ്ട് അതും വേണ്ട. അടുത്ത ഏതാ, 4 ആണ്. 4 3 കഴിഞ്ഞ് നെക്സ്റ്റ് ആണല്ലോ. അപ്പൊ അതിന് അടുത്തുള്ള ബോക്സിൽ 4 എഴുതി കൊടുക്കുക. 4 കഴിഞ്ഞാൽ അടുത്ത് കിടക്കുന്നത് ഏതാ, 6 ആണ്. 6 4 കഴിഞ്ഞിട്ടല്ല, അപ്പൊ അത് വേണ്ട. അടുത്ത നമ്പർ ഏതാ, 5. 4 കഴിഞ്ഞാൽ അടുത്ത 5 ആണ്. അപ്പൊ 5 അവിടെ ഇട്ട് കൊടുക്കുക. 5 കഴിയുമ്പോൾ തൊട്ട് മുമ്പ് നമ്മൾ നോക്കിയ 6ന് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞാൽ 7 എടുക്കുക. പിന്നെയോ 8, 9 എന്നിങ്ങനെ ഇട്ട് കൊടുക്കുക. 8, 9 വരെയല്ലേ അതിലുള്ളൂ. പിന്നെ വലിയ നമ്പേഴ്സ് ഒന്നും അതിലില്ല. ഇനി 8, 1, 7, 3, 4, 9, 6, 5, 2 എന്നിങ്ങനെ ഒരു നമ്പർ ഉണ്ട്. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, സ്വയം ഒന്ന് ചെയ്ത് നോക്കൂ. അത് നിങ്ങൾ സ്വയം ചെയ്യണം. അതിന് തൊട്ട് താഴെയുള്ളതും നിങ്ങൾ എന്ത് ചെയ്യണം, സ്വയം ചെയ്യണം. 9, 4, 6, 8, 10, 1, 2 എന്നതും നിങ്ങൾ സ്വയം ചെയ്യണം. ഓക്കെ, അത് നിങ്ങൾ വർക്കായിട്ട് ഈവനിങ് ഇരുന്ന് ചെയ്താൽ മതി. ഇനി നെക്സ്റ്റ് പേജ് നോക്കൂ. അവിടെ ബാൾസ് അടുക്കി വെച്ചിരിക്കുകയാണ്. ഓക്കെ, 20, 30, 40, 50, 60 എന്നിങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അടുത്തതിലോ 5, 10, 15 and 20 എന്നിങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. റൈറ്റ് ഇൻ അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ താഴെ നമുക്ക് ഒരു ആക്ടിവിറ്റിയും ഉണ്ട്. ആദ്യം 50 ഉണ്ട്, പിന്നെ 40 ഉണ്ട്, പിന്നെ 20 ഉണ്ട്, 80 ഉണ്ട്, 90 ഉണ്ട്. ഇത് നമുക്ക് അറേഞ്ച് ചെയ്യണം. ഇതിൽ ഏറ്റവും ചെറുത് ഏതാ, ഇത് ബിഗ്, കുറച്ച് 2 ഡിജിറ്റ് ആയതുകൊണ്ട് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവണ്ട. ഫസ്റ്റ് നമ്പർ നോക്കൂ, അത് വെച്ച് നമുക്ക് അതിൽ ചെറുത് ഏതാണ് വലുത് ഏതാണെന്ന് നോക്കാം. 5നേക്കാൾ വലിയ നമ്പർ ഇതിലുണ്ടോ, 50 എന്ന് പറയുമ്പോൾ 50 ആണ്. 50നേക്കാളും വലിയ നമ്പർ ഏതാ, 90 ഉണ്ട്, 80 ഉണ്ട്. അപ്പൊ അത് അതിനെ പക്ഷെ ഇതിനേക്കാൾ ചെറുതുണ്ട്. 50നേക്കാളും ചെറുതുണ്ടല്ലോ, 40 ഉം 20 ആണ്. ഇതിൽ ഏറ്റവും ചെറുത് ആരാ, 20 ആണ്. അപ്പൊ ആദ്യം 20 എഴുതുക. 20 കഴിഞ്ഞാൽ അടുത്ത വലുത് വരുന്നത് ആരാ, 80, 90, 40, 50 ഇതൊക്കെ എന്താണ്, വലുതാണ്. പക്ഷേ ആ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ ആളെ തിരഞ്ഞെടുക്കുക. അതാരാണ്, 40 ആണ്. 40നെ അവിടെ എഴുതി കൊടുക്കുക. അത് കഴിഞ്ഞാൽ 50, 80, 90 എന്നിങ്ങനെയുള്ള നമ്പേഴ്സ് വരും. അതിൽ ഏറ്റവും ചെറിയ നമ്പർ ഏതാ, 50 ആണ്. അപ്പൊ 50 അടുത്ത ബോക്സിൽ എഴുതി കൊടുക്കുക. പിന്നെ 80യും 90യും ആണ് വരുന്നത്. 80 ആണോ 90 ആണോ ഏറ്റവും വലുത്, 90 ആണ്. അപ്പൊ 80നെ അടുത്ത ബോക്സിൽ എഴുതി കൊടുക്കുക. 90 ഏറ്റവും വലുത് എഴുതിയാലും ഏറ്റവും ലാസ്റ്റ് ബോക്സിൽ ഇടുക. അടുത്തത് 15, 25, 5, 30, 20 ഇത്രയും നമ്പേഴ്സ് ഉണ്ട്. ഇതില് ഏറ്റവും ചെറിയ നമ്പർ ആരാ, അതിലൊരു 1 ഡിജിറ്റ് നമ്പർ ഉണ്ട്. അതാരാണ്, 5 ആണ്. ഫസ്റ്റ് 5നെ എഴുതൂ. അത് കഴിഞ്ഞാൽ 5 കഴിഞ്ഞാൽ നെക്സ്റ്റ് 1ൽ തുടങ്ങുന്ന നമ്പർ ഉണ്ട്, 2ൽ തുടങ്ങുന്ന നമ്പർ ഉണ്ട്, 3ൽ തുടങ്ങുന്നതുണ്ട്, വീണ്ടും 2ൽ തുടങ്ങുന്നുണ്ട്. അപ്പൊ ഇതിൽ ഏറ്റവും ചെറിയ നമ്പർ ഏതാണ്, 1ൽ തുടങ്ങുന്ന നമ്പർ ആണ്. അപ്പോ 5 കഴിഞ്ഞാൽ അടുത്ത് 1ൽ തുടങ്ങുന്ന 15 എഴുതി. അത് കഴിഞ്ഞാൽ 1 നോക്കി ഇനി 2 വെച്ചിട്ടുള്ളത് നോക്കാം. 2 വെച്ചിട്ടുള്ള 2 നമ്പേഴ്സ് ഉണ്ട്. ഒന്ന് 25ഉം 20ഉം. 25 ആണോ വലുത്, 20 ആണോ, 25 ആണ് വലുത്. അപ്പൊ അതിൽ ചെറുത് 20 ആണ്. അപ്പോ 20 എന്നുള്ള നമ്പറിനെ അടുത്ത് എഴുതുക, 20. അത് കഴിഞ്ഞാൽ ഈ 25നെ അടുത്ത് എഴുതി കൊടുക്കുക. അത് കഴിഞ്ഞാൽ 30, അതോടെ അത് കഴിഞ്ഞു. ഓക്കെ, ഇനി അത് കഴിഞ്ഞാൽ 65, 30, 45, 40, 55, 60 എന്നിങ്ങനെ ഉള്ള നമ്പേഴ്സ് ആണ്. ഇതും നമ്മൾ എന്ത് ചെയ്യണം, സെയിം പാറ്റേണിൽ ചെയ്ത് നോക്കും. ഇതിലെല്ലാം 2 ഡിജിറ്റ്സ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക,
ഏറ്റവും ഫസ്റ്റ് ലെറ്റർ ഏറ്റവും ചെറുത് ഏതാണെന്ന് നോക്കുക. അതിൽ 3യിലുള്ള നമ്പറാണ് ഏറ്റവും ചെറുതായിട്ടുള്ളത്. അതായത് 3030 ആണ്. 30 എഴുതി കൊടുക്കുക. 3 കഴിഞ്ഞ അടുത്ത നമ്പർ ഏതാണ്? 4 ആണ്. 4നുള്ള എത്ര നമ്പേഴ്സ് ഉണ്ട്? 2 എണ്ണം ഉണ്ട്. 45ഉം 40യും. 45 എന്ന് പറഞ്ഞാൽ 45, 40 എന്ന് പറയുമ്പോൾ 40. അപ്പൊ ഇതിൽ ഏതാണ് വലുത്? 45 ആണ്. അപ്പൊ അതിൽ എഴുതേണ്ട, പകരം ചെറുതിനെ എടുത്ത് എഴുതുക. 40 എഴുതി. അത് കഴിഞ്ഞാൽ 45 എഴുതുക. 4ൽ തുടങ്ങുന്ന നമ്പർ കഴിഞ്ഞാൽ അടുത്ത ഏതാ? 5ൽ തുടങ്ങുന്ന നമ്പർ നോക്കുക. ഒരു നമ്പറേ ഉള്ളൂ, അതേതാണ്? 55. അപ്പൊ 55 എടുത്ത് എഴുതുക. അടുത്ത അത് കഴിഞ്ഞാൽ 5ൽ തുടങ്ങുന്ന നമ്പർ കഴിഞ്ഞാൽ 6ൽ തുടങ്ങുന്ന നമ്പർ. 6ൽ തുടങ്ങുന്നതും എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട്. 65ഉം 60യും. ഇതിൽ ആരായിരിക്കും വലുത്? 65 ആയിരിക്കും. അതുകൊണ്ട് തന്നെ 16 ആണ് അടുത്തത് എഴുതേണ്ടത്. അത് കഴിഞ്ഞ് ലാസ്റ്റ് ഏറ്റവും വലിയ 65ന് എഴുതി കൊടുക്കുക. ബാക്കി 2 ഓപ്ഷൻ എക്സാമ്പിൾസ് എന്ത് ചെയ്യണം? നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്ത് നോക്കണം. ഓക്കെ, അതും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ അസെൻഡിങ് ഓർഡർ എന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. അപ്പൊ നിങ്ങൾ ഇത് ചെയ്തു കഴിയുമ്പോൾ എന്താവും? അസെൻഡിങ് ഓർഡർ ചെയ്യാനുള്ള കേപ്പബിൾ ആയ സ്റ്റുഡൻസ് ആയി മാറും. ഓക്കെ, ബൈ.